ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ 2 ഐറ്റംസ് ഉണ്ടാക്കലാണ്. ക്യാരറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 2 ഐറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ ക്യാരറ്റായിട്ട് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ചൂടായിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇന്നലെ നൈറ്റിൽ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് മോനാണ് കേട്ടോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അവനക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് ചെയ്ത് തരാൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സ്വീറ്റ്സ് അല്ലേ, അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അതൊക്കെ ഫുൾ അവൻ തന്നെ ചെയ്തുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പാനിലേക്ക് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. ക്യാരറ്റ് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 കിലോനോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 3/4 കിലോന് ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ നെയ്യ് ഓൾറെഡി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ ഒരു ക്യാരറ്റും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണമായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കലാണ്. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കലാണ്. ഇവിടെ ഞാൻ അത്രണ്ട് യൂസ് ചെയ്യാറില്ല, അപ്പോൾ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് കേട്ടോ. പാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 കിലോന് എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ക്യാരറ്റ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഈ പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അങ്ങനെ പാലൊഴിച്ച് കൊടുക്കലാണ്. അങ്ങനെ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം കേട്ടോ. ആ തിളച്ച് വരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് വെന്ത് വരണമല്ലോ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കുക. ആ സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് സമയമൊക്കെ ആകുമ്പോഴേക്കും ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേ. തുറന്ന് നോക്കുമ്പോഴേക്കും അത്യാവശ്യം കുറച്ച് ഭാഗങ്ങളൊക്കെ വറ്റി വന്നിട്ട് ഓൾമോസ്റ്റ് ഏകദേശം ഒരു വേവിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് എന്താ വെച്ചാൽ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ടൈം എടുക്കുന്നത്. നമ്മളിപ്പോൾ ആവശ്യത്തിന് വീട്ടിലൊരു 1-2 ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ക്യാരറ്റൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയൊരു എളുപ്പത്തിൽ പറ്റുന്ന ഒരു ഐറ്റംസും കൂടിയാണ്. അങ്ങനെ അപ്പോഴേക്കും ഞാൻ അടുത്തതിൽ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മേഡാണ് കേട്ടോ. ഞാൻ നേരത്തെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ ചെറിയൊരു ഫ്ലേവർ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്ഷണലാണ്, പക്ഷേ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു മിൽക്ക് മേഡും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അതിൻ്റെ ഒരു ഹാഫായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സമയം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് വെക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ബദാമൊന്നും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ക്രഷാക്കി എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനാണ്. അതേപോലെ തന്നെ കുറച്ച് ഞാൻ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടിയിട്ടൊന്ന് നെയ്യിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് നമ്മളുടെ ക്യാരറ്റ് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 4 ഏലക്ക പൊടിച്ചതും പിന്നെ നെയ്യിലിട്ടിട്ട് ബദാമും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്യാരറ്റ് നമ്മുടെ പാനിൽ നിന്ന് എന്താ വിട്ട് നിൽക്കുന്ന രീതിക്കാവുമല്ലോ, ആ സമയത്താണ് കേട്ടോ നമുക്കിതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവുക. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം നമ്മളെ ക്യാരറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെക്കലാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ക്യാരറ്റ് ഹലുവ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യലാണ്. നല്ലോണം ചൂടാറിയതിൻ്റെ ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാം കൂടിയിട്ടൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ മീതേക്കായിട്ടൊരു ഭംഗിക്കായിട്ട് കുറച്ച് ബദാമൊക്കെ ക്രഷാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ്. ഞാൻ ഇത് ഫുള്ളായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം മക്കൾ കളിക്കാൻ വേണ്ടി പോയിക്കാണ്, അവർ വരുമ്പോഴേക്കും സെറ്റാവുമല്ലോ. പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികം ഒന്നും ചൂടാറിയിട്ടില്ല, കാരണം എനിക്ക് അത്രയും കാത്തു നിൽക്കാൻ എന്താ പറയുക ക്ഷമയില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു ബൗളിലാക്കിയിട്ടൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ
ഇതിൻ്റെ മീതേക്ക് കുറച്ച് ഗീ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒന്ന് ടേസ്റ്റ് ഒന്നും കൂടിയും കൂടും. അപ്പോൾ കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരിക വാനില ഐസ്ക്രീമാണ് കേട്ടോ. പല പല ഫ്ലേവറിലുണ്ട്, മാംഗോസ് അങ്ങനെ പല പല ഫ്ലേവർ ഉണ്ടല്ലോ. പക്ഷേ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാനില ഐസ്ക്രീമാണ്. അതും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അടിപൊളിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കി വരുമ്പോഴേക്ക് തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് വായിലേക്ക് വെള്ളം വരും. കാരണം എനിക്കങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു അനുഭവം കൊണ്ട് പറയാണ്. പിന്നെ ഞാനത് ഫസ്റ്റ് ടൈമാണ് റെഡിയാക്കുന്നത് പോലും. കുറേ മുന്നേ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനിപ്പോഴാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഹലുവ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യലാണ്. അങ്ങനെ മക്കൾ വരാനൊന്നും ഞാൻ വെയിറ്റ് ആക്കിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല അത്രയ്ക്ക് ക്ഷമയില്ലായിരുന്നു. അവർ വൈകിട്ടാണ് എത്തുള്ളൂ. അപ്പോഴേക്ക് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെ നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാഷാ അല്ലാ. ഞാനത് വെറുതെ പറയില്ല. ഇത് എല്ലാവരും ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് സീസൺ ആണല്ലോ. കുറേ ക്യാരറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ. നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ക്യാരറ്റ് ജ്യൂസാണ്. അതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് കട്ടപ്പാലാണ് കേട്ടോ. കുറച്ചാണ് എടുത്തിട്ടുള്ളത്, ഒരു ഗ്ലാസ്സിക്കുള്ളത് മാത്രമാണ്. പിന്നെ അത് ക്യാരറ്റ് ഞാനൊന്ന് വേവിച്ചെടുത്തതാണ്, അതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു ഫ്ലേവർ, അത് എല്ലാവർക്കും കണ്ട് ഇഷ്ടമാണെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെ അതൊക്കെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്യലാണ്. അത് നല്ല തിക്കായിട്ട് വരും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ്സിലേക്കുള്ളത് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിലേക്ക് തന്നെ ഞാനിത് കസ്കസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടിയിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് റെഡിയായി വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറ്, പിന്നെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കാനുള്ളൊക്കെ ഒരു ഇതൊക്കെ തോന്നും. ഇതിൻ്റെ മീതേക്ക് കുറച്ച് ഭംഗിക്കായിട്ട് തന്നെ ബദാമും കൂടിയിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കലാണ്. മാഷാല്ലാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാരറ്റിൻ്റെ പുഴുങ്ങിയാൽ നമുക്കൊരു അതിൻ്റെ ഒരു ഫ്ലേവർ വരുമല്ലോ, ഒരു ചോയ പോലെ, അതൊന്നും ഇല്ലായിരുന്നു. കാരണം മിൽക്ക് മെയ്ഡും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അതുമാത്രമല്ല നല്ല ഹെൽത്തിയും കൂടിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. മക്കൾ ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് കഴിച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.